പറയുന്നത് എന്തെന്നോ, 4 അവസ്ഥകളുണ്ടെന്നാണ്, 4 ലെവലുകളുണ്ടെന്നാണ്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും, നമ്മൾ ഓരോരുത്തരും ഇതിലേതെങ്കിലും ഒരു ലെവലിലായിരിക്കും അത്രേ. എന്താണ് ഈ 4 ലെവലുകൾ? 1, ശരീരത്തിൻ്റെ ലെവൽ. 2, മനസ്സിൻ്റെ ലെവൽ. 3, ഹൃദയത്തിൻ്റെ ലെവൽ. ഇത് 3 കഴിഞ്ഞാൽ 4ാമത്തെ ലെവൽ വളരെ സ്പെഷ്യലാണ്. നമുക്ക് ഈ ഓരോ ലെവലിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ആദ്യത്തെ ലെവൽ ശരീരത്തിൻ്റെ ലെവലാണ്. ഈ ലോകത്ത് പല ആൾക്കാരും ശരീരത്തിൻ്റെ ലെവലിലാണ് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും അയാൾ കാണിക്കുക? ശരീരത്തിൻ്റെ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും പ്രധാനമായി 2 കാര്യങ്ങളേ ഉണ്ടാവുകയുള്ളൂ. 1, ഭക്ഷണം. 2, ലൈംഗികത. ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഇയാളുടെ ഉള്ളിൽ കാണുകയുള്ളൂ. അയാളുടെ എല്ലാ ചിന്തകളും ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ടോ ഈ 2 വിഷയങ്ങളെയായിരിക്കും കേന്ദ്രീകരിച്ചിട്ടുണ്ടാവുക. അയാളുടെ എല്ലാ പ്രവൃത്തികളും ഇതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും നടക്കുക. കാരണം ശരീരം ആഗ്രഹിക്കുന്നതും ഇത് രണ്ടുമാണ്, ഭക്ഷണവും ലൈംഗികതയും. ഇത് ഏറ്റവും ബേസിക്കായ ലെവലാണ്. ബേസിക് എന്ന് പറയുമ്പോൾ ഇത് മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ ഇതൊരു ലിമിറ്റഡ് ലെവലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ എപ്പോഴും ഭക്ഷണത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ അത് നല്ലതാണോ? ഭക്ഷണം മോശമല്ല, അതിനെക്കുറിച്ച് ആലോചിക്കുന്നതും മോശമല്ല. പക്ഷേ 24 മണിക്കൂറും ഭക്ഷണമല്ലാതെ മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ ഒരാൾ നടക്കുകയാണെങ്കിൽ അതൊരു കഷ്ടമായ കാര്യമല്ലേ, സങ്കടകരമായ കാര്യമല്ലേ? അതുപോലെ തന്നെയാണ് ഈ അവസ്ഥയും. നിങ്ങൾ നിങ്ങളുടെ ശരീരവുമായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്ത് ജീവിക്കുന്നതെങ്കിൽ അത് വളരെ കഷ്ടമായൊരു കാര്യമാണ്. അത് വളരെ ബേസിക്കായ കാര്യമാണ്, ലിമിറ്റഡായൊരു ജീവിതമാണ്. മോശമല്ല, പക്ഷെ അതിനൊരു ലിമിറ്റേഷനുണ്ട്. ലൈംഗികതയും ഇങ്ങനെ തന്നെയാണ്. ഇതാണ് ശരീരത്തിൻ്റെ ലെവലിൽ ജീവിക്കുന്ന ഒരാളുടെ ലക്ഷണം. 2ാമത്തെ ലെവൽ മനസ്സിൻ്റെ ലെവലാണ്. മനസ്സുമായി അറ്റാച്ച്ഡായി ജീവിക്കുന്ന ആൾക്കാരും ഒരുപാട് പേരാണ്. പക്ഷേ ഇവരുടെ ആഗ്രഹങ്ങൾക്ക് ഒരല്പം വ്യത്യാസമുണ്ടാവും. മനസ്സിൻ്റെ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് സംഗീതം, നൃത്തം, കവിത, ഫിലോസഫി അല്ലെങ്കിൽ സയൻസ്, അങ്ങനെ ഒരു 100,000 കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒരാൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരാളുടെ സമയം ഇത്തരം വിഷയങ്ങളിൽ ഒരുപാട് ചിലവാക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരാളുടെ ചിന്തകൾ ഇതിനെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നതെങ്കിൽ അതിനർത്ഥം അയാൾ മനസ്സിൻ്റെ ലെവലിലാണ് ജീവിക്കുന്നത് എന്നാണ്. നോക്കൂ, ഒരാൾ ശരീരത്തിൻ്റെ ലെവലിലാണ് ജീവിക്കുന്നതെങ്കിൽ അയാൾക്ക് 2 അവസ്ഥകളേ ഉള്ളൂ, 2 കാര്യങ്ങളേ ഉള്ളൂ: ഭക്ഷണം, ലൈംഗികത. നമ്മൾ പെൻഡുലമുള്ള ക്ലോക്ക് കണ്ടിട്ടില്ലേ? അതിൽ പെൻഡുലം അനങ്ങുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ലേ? അത് ഇടതുവശത്ത് നിന്ന് വലത്തോട്ട് പോകുന്നു, വലത്തു നിന്ന് ഇടത്തോട്ട് പോകുന്നു. ഇത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. മറ്റൊരവസ്ഥയും പെൻഡുലത്തിനില്ല, ഒന്നുകിൽ വലതുവശത്ത് അല്ലെങ്കിൽ ഇടതുവശത്ത്. ഇതാണ് ശരീരത്തിൻ്റെ ലെവലിൽ ജീവിക്കുന്ന ഒരാളുടെ ലക്ഷണം. അയാൾ ഒന്നെങ്കിൽ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ അയാൾ ലൈംഗികതയെക്കുറിച്ച് ചിന്തിക്കും. പക്ഷെ മനസ്സിൻ്റെ ലെവലിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരുപാട് തലങ്ങളുണ്ട്. അയാൾക്ക് ചിന്തിക്കാൻ ഒരു 100,000 കാര്യങ്ങളുണ്ട്. മതവും ഇതിൽപ്പെടുന്നു. ഇനി 3ാമത്തെ ലെവലാണ്. ഇത് ഹൃദയത്തിൻ്റെ ലെവലാണ്. ഈ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം മറ്റ് 2 ലെവലുകളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. എന്നാലും ഈ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കിട്ടും. ഇവരുടെ ഉള്ളിലും ആഗ്രഹങ്ങളുണ്ട്, ഡിസയേഴ്സ് ഉണ്ട്. പക്ഷെ അതിന് ഒരല്പം കൂടി പ്യൂരിറ്റി ഉണ്ട്, അതല്പം കൂടി ഉയർന്ന ലെവലിലാണ്. ശരീരത്തിലെ മനസ്സിനേക്കാളും ഒരല്പം കൂടി ഉയർന്ന ലെവലാണിത്. അതിനൊരു ഭംഗിയുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ വളരെയധികം സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഹൃദയത്തെ സ്നേഹവുമായി അസോസിയേറ്റ് ചെയ്യുന്നത്. കാരണം ഹൃദയത്തിൻ്റെ ലെവൽ എത്തുമ്പോൾ മാത്രമേ ഒരാൾക്ക് യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാർ വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കും. സെൻസിറ്റീവ് എന്നാൽ തൊട്ടാലുടനെ കരയും എന്നുള്ള അർത്ഥം. സെൻസിറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറ്റാവുന്നത്രയും മറ്റൊരു ജീവനെ കൂടി അറിയാൻ സാധിക്കുന്ന ഒരാൾ എന്നാണ്. ഞാൻ സെൻസിറ്റീവ് ആണെന്ന് ഇവിടെ പറയുമ്പോൾ അതിനർത്ഥം എനിക്ക് മറ്റൊരു ജീവനെ എന്നെപ്പോലെ അറിയാൻ സാധിക്കുന്നു. ഇത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്, ശരിയല്ലേ? ഇതാണ് ഹൃദയത്തിൻ്റെ ലെവലിൽ ജീവിക്കുന്ന ഒരാളുടെ ലക്ഷണം. ഇനി നമുക്ക് 4ാമത്തെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കാം. ഭാരതത്തിൽ ഇതിന് ഇൻട്രസ്റ്റിംഗ് ഒരു പേരുണ്ട്, തുര്യ.
തുരി എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? തുരി എന്ന വാക്കിൻ്റെ അർത്ഥം നാലാമത്തെ അവസ്ഥ എന്നാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്തുകൊണ്ട് അവർ ഇതിന് ശരിക്കും ഒരു പേര് കൊടുത്തില്ല എന്ന്. കാരണം എന്തെന്നോ, ഈ അവസ്ഥയ്ക്ക് ഒരു പേര് കൊടുക്കുക എന്നത് പ്രയാസമാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സംഭവവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പേരിൽ വയ്ക്കാം. പക്ഷെ നാലാമത്തെ അവസ്ഥ എന്നാൽ ശൂന്യതയുടെ അവസ്ഥയാണ്. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ ചിന്തകളില്ല, പിന്നെ നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹങ്ങളില്ല, എന്തെങ്കിലുമൊക്കെ നടക്കണമെന്നില്ല, അല്ലെങ്കിൽ ഇത് നടക്കാതിരുന്നെങ്കിലെന്നില്ല. ശൂന്യതയുടെ അവസ്ഥയാണ്, ബോധത്തിൻ്റെ അവസ്ഥയാണ്, നിങ്ങൾ പൂർണ്ണ തൃപ്തി അനുഭവിക്കുന്ന അവസ്ഥയാണ്, ദൈവികതയുടെ അവസ്ഥയാണ്. തുര്യ 4 അവസ്ഥകൾ. ആദ്യത്തേത് ശരീരത്തിൻ്റെ അവസ്ഥ, ലൈംഗികത, ഭക്ഷണം. ഇതായിരിക്കും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തേത് മനസ്സിൻ്റെ അവസ്ഥ, ഡാൻസ്, മ്യൂസിക്, പോയട്രി അല്ലെങ്കിൽ ഫിലോസഫി. ഇതൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ്. മൂന്നാമത്തേത് ഹൃദയത്തിൻ്റെ അവസ്ഥ, സ്നേഹത്തിൻ്റെ അവസ്ഥ. നാലാമത്തേത് തുര്യ. നിങ്ങളേതവസ്ഥയിലാണ്? സ്വയം തീർച്ചയായും ചോദിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമൻസിലൂടെ ഷെയർ ചെയ്യൂ.